റഷ്യക്കെതിരെ യുദ്ധത്തിനൊരുങ്ങിയ ബ്രിട്ടൻ രാജ്യത്തെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനെ വിളിച്ചു വരുത്താണ്. റഷ്യക്കെതിരെ ഒരു ജൈവായുധ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയും അങ്ങനെ അതിന് അദ്ദേഹം തയ്യാറാകുന്ന പക്ഷം അദ്ദേഹത്തിൻ്റെ 3-4 തലമുറക്ക് ജീവിക്കാൻ വേണ്ട സമ്പത്ത് കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. ഇത് കേട്ട ഉടനെ അദ്ദേഹം പ്രസിഡന്റിനൊരു കത്ത് എഴുതാണ്. ഉറുമ്പുകൾ മാളത്തിലേക്ക് ഭക്ഷണം കൊണ്ടുപോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഫസ്റ്റ് ഉറുമ്പുകൾ അവരുടെ ശരീരഭാരത്തേക്കാൾ കൂടുതലുള്ളത് വഹിച്ചു കൊണ്ടുപോകും. അങ്ങനെ കൊണ്ടുപോയിട്ട് അവരുടെ വീടുകളിൽ, ഉറുമ്പിൻ്റെ വാസസ്ഥലങ്ങളിൽ അത് എത്തുമ്പോഴേക്കും അതിൻ്റെ ദൂരം ചെറുതായിരിക്കും. ഒരു ഉറുമ്പിന് കടന്നു പോകാൻ പറ്റുന്ന ദൂരേ അതിനുണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഇതുവരെ കൊണ്ടുവന്ന ഭക്ഷണം അതിനേക്കാൾ വലുതുള്ളതൊന്നും അതിന് കൊണ്ടുപോകാൻ കഴിയില്ല. അതവിടെ വെച്ചിട്ട് പിന്നെ പോവുകയാണ്. എന്നതുപോലെ എനിക്ക് 4 തലമുറക്കല്ല ഈ ജീവിതത്തിൽ എനിക്ക് ഞാൻ മരിക്കുമ്പോൾ എന്തൊന്നും കൊണ്ടുപോകാൻ കഴിയില്ല. അതുകൊണ്ട് സമാധാനം നഷ്ടപ്പെടുത്തുന്ന അത്തരമൊരു പ്രവർത്തനത്തിന് എനിക്ക് ആവശ്യമില്ല, ഞാനതിന് തയ്യാറല്ല എന്ന് അദ്ദേഹം തിരിച്ചു മറുപടി പറഞ്ഞു. ആ ശാസ്ത്രജ്ഞൻ്റെ പേരാണ് മൈക്കൽ ഫാരഡേ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിങ്ങനെ ഒരു പുസ്തകത്തിൽ വായിച്ചതാണ്. അപ്പോൾ ആ പുസ്തകത്തിൻ്റെ അവസാനത്തിൽ വളരെ രസകരമായിട്ടുള്ള ഒരു, അല്ലെങ്കിൽ കുറേ ചിന്തിക്കേണ്ടതായൊരു കാര്യം പറയുന്നുണ്ട്. ഏതൊരു ആഘോഷത്തിനും ഒരു ആഘോഷ പിറ്റേന്നുണ്ട് എന്നുള്ളതാണ്. അന്ന് ആഘോഷങ്ങളൊന്നുമില്ല. കല്യാണപ്പിറ്റേന്ന് കല്യാണത്തിൻ്റെ രസങ്ങളില്ലാത്തതുപോലെ ഇങ്ങനെ ഒരു ആഘോഷപ്പിറ്റേന്ന് ഈ ആയുസ്സിനുണ്ടെന്ന് നമ്മളെ മനുഷ്യനെ. ഓട്ടങ്ങളെല്ലാം ക്ഷീണത്തോടെ തീരുന്ന നേരമാണത്. വലിയ രോഗങ്ങൾ പിടിപെട്ട മനുഷ്യരെ കണ്ടിട്ടില്ലേ? എത്രമാത്രം വിനയവും താഴ്മയുമാണ് ആ മനുഷ്യർക്ക്. എന്തായിരിക്കും അതിൻ്റെ കാരണം? ഇത്രയേ ഉള്ളൂ, അവരിപ്പോൾ ആഘോഷപ്പിറ്റേന്നിനെ തൊട്ടരികിൽ കാണാൻ തുടങ്ങിയിട്ടുണ്ട് എന്നർത്ഥം. അപ്പോൾ അതുകൊണ്ട് എത്ര വലിയ സംഗതി കിട്ടിക്കഴിഞ്ഞാലും അതിനൊക്കെ ഒരു അവസാനം ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ വലിയ അർത്ഥങ്ങളൊന്നും അതിലില്ല. കാരണം ഇവിടുത്തെ ജീവിതം അങ്ങനെയാണ് എന്നുള്ളത് അതിനോടനുബന്ധിച്ച് ചേർത്ത് വെക്കുകയാണ്. അപ്പോൾ ഇവിടെ പുസ്തകത്തിൽ പറഞ്ഞ ശാസ്ത്രജ്ഞനുമായി ബന്ധപ്പെട്ട കാര്യം, അത് വായിച്ചിട്ടുള്ള കാര്യമാണ്. ശരിയാണോ തെറ്റെന്ന് അറിയില്ലെങ്കിൽ നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്നില്ലെങ്കിലും പുസ്തകത്തിൽ വായിച്ചൊരു അറിവാണ്. പക്ഷെ അതിലൊരു വലിയ മെസ്സേജ് ഉണ്ട്. നമ്മളിവിടെ സുരുക്കൂട്ടി വെച്ചൊന്നും കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്ന് ഒരു മതപരമായ കാര്യത്തിലൂടെ പറഞ്ഞല്ല. പക്ഷെ ഒരു മനുഷ്യൻ്റെ കാഴ്ചപ്പാടിൽ കുറച്ച് എന്താ പറയുക, ഒരു മാനുഷികമായി ശരിക്കും അവൻ്റെ ബുദ്ധി തന്നെ അവനോട് പറയുന്ന കാര്യമാണത്. കാര്യമൊന്നുമില്ല, കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളത് പൊതുവെ പറയുന്ന കാര്യം. പക്ഷെ പലപ്പോഴും അത് മനുഷ്യൻ മറന്നു പോകുന്നു എന്നാണ്.